ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പേരിന്റെ എനർജി നോക്കണമെങ്കിൽ തന്നെ അത് പൂർണ്ണമായിട്ടുള്ള പേരായിരിക്കണം. അഞ്ജലി എന്ന് ഒരാൾക്ക് പേര് ഉണ്ടാവില്ല, അതിനുശേഷം അല്ലെ കേന്നോ അല്ലെങ്കിൽ ഇനീഷ്യലോ അല്ലെങ്കിൽ സർനെയിമോ അതുണ്ടാവും. അത് മുഴുവനായിട്ടുള്ള പേരാണ് ചെക്ക് ചെയ്യുക. എന്തായാലും പേഴ്സണാലിറ്റി നമ്പർ 1 ലൈഫ് പാത്ത് നമ്പർ 9 വരികയാണെന്നുള്ളത് നല്ല കൂടിച്ചേരൽ തന്നെയാണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ എനർജിയാണ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ചൊവ്വയുടെ എനർജിയാണ്. രാജാവിന് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസേനാധിപൻ. ഓ, രാജാവിന് സർവ്വസേനാധിപന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ അല്ലെ? രാജാവിന് സേനയില്ലാതെ എന്ത് രാജാവ് അല്ലെ? അപ്പൊ അതുപോലെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പവർ ഉണ്ട്. അതിനും ഫ്ലെക്സിബിൾ ആക്കുന്ന, ആ ലീഡറിനെയൊക്കെ ഫ്ലെക്സിബിൾ ആക്കുന്ന, അല്ലെങ്കിൽ ലീഡറിന്റെ എനർജി എപ്പോഴും നമ്മളെ മസിൽ പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് വരുമ്പോഴേ സമൂഹം എപ്പോഴും അംഗീകരിക്കണം എന്നില്ല. സമൂഹത്തിന് ഫ്ലെക്സിബിലിറ്റി വേണം. അപ്പോഴേ സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് മികച്ചവരാവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പേര് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് പറയേണ്ടത്.